നമസ്കാരം. ഇന്ന് നമ്മളൊരു സിമ്പിൾ കുർത്തി ഡിസൈനാണ് ചെയ്യുന്നത്. ഇതെൻ്റെ സിസ്റ്ററിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ചെയ്ത വർക്കായിരുന്നു കേട്ടോ. അവൾക്ക് പിന്നെ ഹെവി വർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ബീഡ്സ് വർക്കാണ് ചെയ്തത്. ചെറിയ ബുട്ട ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വൈഡായിട്ടുള്ളൊരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത്. വീനക്കിന് പകരം യൂനെക്കോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഈ നെക്ക് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 1/4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ലൈനും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ബീഡ്സ് ആണ് നമ്മൾ നെക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പേസ് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാർക്ക് ചെയ്യുമ്പം നെക്കിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ സ്പേസ് വിടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ തുണിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ലൈന് കൃത്യമായിട്ട് എല്ലാ സൈഡും ഒരേപോലെ തന്നെ വിട്ടിരിക്കണം. ഇനി സെൻറ്ററിൽ താഴേക്കും കൂടി ഞാൻ ഈ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. താഴേക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കത്തിലാണോ വർക്ക് വേണ്ടുന്നത് അത്ര ഇറക്കത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഒന്ന് ഡാർക്കായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ലൈനിന് മുകളിലൂടെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്താൽ മതി. ഇനി സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 സൈഡിലും ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി 1 ഇഞ്ചിന് പകരം നിങ്ങൾക്ക് 1.5 ഇഞ്ച് വേണേലും കൊടുക്കാം. എനിക്ക് ഡിസൈൻ കുറച്ച് അടുപ്പിച്ച് വേണ്ടതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് കൊടുത്തത്. കുറച്ചുകൂടെ അടുപ്പിച്ച് ഡിസൈൻസ് വേണം, അധികം ഗ്യാപ്പൊന്നും വേണ്ട ബുട്ട ഡിസൈനിനുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്താലും മതി. നെക്കിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത പോലെ സെൻറ്ററിൽ നമ്മൾ താഴോട്ട് വരച്ച ആ ഒരു ലൈനിലും 1 ഇഞ്ച് ഗ്യാപ്പിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആൻറ്റിക് കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മൈക്രോ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നീഡിലിൽ ലോഡ് ചെയ്ത ശേഷം ഓരോ ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈനിലൂടെ തന്നെ നമുക്ക് ഓരോ ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കട്ട് ബീഡ്സ് ആയതുകൊണ്ട് ഓരോ ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്യണം. 2 ബീഡ്സ് ഒന്നും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യല്ലോ കേട്ടോ. 2 ബീഡ്സ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് ആ ഒരു ലൈന് കർവൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് ഓരോ ബീഡ്സായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നെക്ക് സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഡയറക്റ്റ് താഴേക്കാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അടുത്ത സൈഡിലേക്കല്ല സ്റ്റിച്ച് കൊടുക്കേണ്ടത്. താഴോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ താഴേക്കാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. താഴെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻ്റ് വരെ സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നേരെ റിവേഴ്സ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് കൊടുത്ത ആ ലൈനിനോട് ചേർന്ന് തന്നെ നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഡബിൾ ലെയറിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. നെക്കിൽ ഒരു ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. റിവേഴ്സ് സ്റ്റിച്ച് നെക്കിൻ്റെ സെൻറ്റർ എത്തുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നെക്ക് നമ്മൾ സിംഗിൾ ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെക്ക് കൂടി നമുക്ക് ഡബിൾ ലെയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇൻസൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. നെക്കിൻ്റെ സെൻറ്ററിൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഡയറക്റ്റ് താഴേക്ക് സ്റ്റിച്ച് കൊടുത്ത് റിവേഴ്സ് വന്ന് അടുത്ത സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻ്റ് നല്ല ഫിനിഷിങ്ങിലായിരിക്കും. ഇനി ഇതിൻ്റെ ഉൾവശത്തു കൂടി നമുക്ക് ഒരു ലെയർ കൂടി നെക്ക് റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് അരി എംബ്രോയ്ഡറി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ വാട്സപ്പിൽ എൻക്വയറി ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ സ്റ്റുഡൻസ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സിലെ പ്രോജക്റ്റ് വർക്കുകൾ, അസൈൻമെൻറ്റ് വർക്കുകൾ, അതുപോലെ നമ്മുടെ യൂട്യൂബിലിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്ക്, അപ്കമ്മിങ് ഓൺലൈൻ ക്ലാസ് ഡീറ്റെയിൽസ് ഇതെല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡബിൾ ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബുട്ട ഡിസൈൻസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ ഡബിൾ ലെയർ ചെയ്തപ്പോൾ അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ബുട്ട ഡിസൈനാണ്. ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാം. 2 സൈഡിലേക്കും ഈ 2 ലൈൻ വെച്ച് നമ്മൾ സ്ലാൻഡിങ്ങിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലും ഒരു ലൈൻ നേരെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 1 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിൽ ഓരോ പോയിൻറ്റും ഇടവിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ പോയിൻറ്റ്സിലും നമ്മൾ ഈ ഒരു ബുട്ടയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിടവിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഔട്ട്ലൈൻ കൊടുത്ത സെയിം കട്ട് ബീഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 കട്ട് ബീഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 4 കട്ട് ബീഡ് സെൻറ്ററിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സൈഡിലെ ഓരോ ലെയറും നമുക്ക് 4 കട്ട് ബീഡ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ബുട്ട ഡിസൈൻ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും.
ഇവിടെ സെൻറ്ററിൽ ഒരു കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് നമ്മൾ കട്ട് ബീഡ് കൊണ്ട് ഒരു സർക്കിൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അരി നീഡിൽ യൂസ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നോർമൽ നീഡിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ നെക്കിലും ഈ ഒരു ബുട്ട ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് നമ്മൾ ഡ്രോ ചെയ്തതിൻ്റെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും നെക്കിൽ കൊടുത്ത പോലെ തന്നെ സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, മാത്രമല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡിസൈനുമാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്